ഭൂമിയിൽ നിന്നും നോക്കിയാൽ കാണാത്ത ചന്ദ്രന്റെ മറുഭാഗം ആദ്യമായി നേരിൽ കാണുന്ന മനുഷ്യരായി ആർട്ടിമിസ് 2 സംഘം പങ്കുവച്ചു. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തുന്ന മനുഷ്യരെന്ന റെക്കോർഡിലേക്ക് ആർട്ടിമിസ് 2 ദൗത്യ സംഘം എത്തിയിരിക്കുകയാണ്. പ്രിൻസി കണ്ണനുണ്ട് സയൻസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. പ്രജിൻ, ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം, ഒരുപക്ഷെ ആർക്കും കാണാത്ത ഒരു കാഴ്ച ഇവർ കണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും മനു രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഭൂമിയിൽ നിന്ന് മനുഷ്യർ സഞ്ചരിക്കുന്ന ഏറ്റവും അകലെയിലേക്ക് അവിടേക്ക് ഈ ആർട്ടിമിസ് 2 ദൗത്യ സംഘം എത്താൻ പോവുകയാണ്. അത് കേവലം മിനിറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ ഇനി 20 മിനിറ്റും 4 സെക്കൻഡും മാത്രമാണ് ആ അപൂർവ നിമിഷത്തിന് ബാക്കിയായുള്ളത്. കേവലം 19 മിനിറ്റുകൾക്കപ്പുറം ആ അത്ഭുതം സംഭവിക്കും. നേരത്തെ 1970 അപ്പോളോ 13 സംഘം കുറിച്ച 4,171 കിലോമീറ്റർ എന്ന ദൂരപരിധി, ഒരിക്കൽ കൂടി പറയാം, 4,171 കിലോമീറ്റർ എന്ന ദൂരപരിധി മറികടക്കാൻ പോകുന്നു ആർട്ടിമിസ് 2 ദൗത്യ സംഘം എന്ന നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 11:26 ആ സംഭവം നടക്കാൻ പോകുന്നത്. അതായത് ചന്ദ്രന്റെ കൂടുതൽ അടുത്തേക്ക് ഈ ആർട്ടിമിസ് സംഘം എത്തുന്നു എന്നതാണ് പ്രത്യേകത. അവർ 11:26 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അറിയപ്പെടുക ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് എത്തിയ മനുഷ്യർ എന്ന ഖ്യാതി ഇവർ നേടാൻ പോവുകയാണ്. 4 സംഘം ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവർ സഞ്ചരിക്കുന്ന ഒറൈൻ പേടകം, ആ ഒറൈൻ പേടകത്തിനകത്തുനിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണാം. നേരത്തെ പങ്കുവച്ച ദൃശ്യമാണ്. അതിൽ നമുക്ക് കാണാം റീഡ് വൈസ്മാൻ, മധ്യത്തിലുള്ള റീഡ് വൈസ്മാൻ ഈ മിഷൻ കമാൻഡറാണ്. ഒപ്പം നമുക്ക് കാണാൻ കഴിയുന്ന ക്രിസ്റ്റീന കോഷ് എന്ന് പറയുന്ന ആദ്യ വനിത, ചന്ദ്രനിലേക്ക് അരികിലേക്ക് എത്തുന്ന ആദ്യ വനിത എന്ന ഖ്യാതിയുള്ള ക്രിസ്റ്റീന കോഷ്. ഏറ്റവും ഇടത് ഭാഗത്തായി കാണുന്ന വിക്ടർ ഗ്ലോവർ, ആദ്യമായി ചന്ദ്രനിലെ അരികിലേക്ക് പോകുന്ന കറുത്തവർഗക്കാരൻ കൂടിയാണ്. അദ്ദേഹമാണ് ഈ മിഷൻ പൈലറ്റ് ആണ്. പിന്നീട് മധ്യഭാഗത്ത് കാണുന്ന ജെറമി ഹാൻസൺ, കനേഡിയനാണ്. അദ്ദേഹവും ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അങ്ങനെ ഈ 4 സംഘം പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം കൃത്യം 11:26 അത് സംഭവിക്കുക. അത് കഴിഞ്ഞൊരു 45 മിനിറ്റിന് ശേഷം 12:45 കൃത്യം 12:15 തന്നെ ഈ ചാന്ദ്ര നിരീക്ഷണം, അതൊരു പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരമാണ്, നേരത്തെ പ്ലാൻ ചെയ്തതാണ്, അത് സംഭവിക്കും. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഒറൈനകത്ത് പൂർത്തിയായി എന്നാണ് നാസ അറിയിക്കുന്നത്. നേരത്തെ ഡെമോൺസ്ട്രേഷൻ അടക്കം നടത്തിയതാണ്. അപ്പോൾ 12:15 ആ ഒബ്സർവേഷൻ നടക്കുക. അതിനു മുമ്പ് 11:26 പുതിയ ചരിത്രം കുറിക്കാൻ പോകുന്നു ആർട്ടിമിസ് 2. തീർച്ചയായും പുതിയൊരു ചരിത്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഭൂമിയിൽ നിന്നും നോക്കിയാൽ കാണാത്ത ചന്ദ്രന്റെ മറുഭാഗം ആദ്യമായി നേരിൽ കാണുന്ന മനുഷ്യരായി ആർട്ടിമിസ് 2 സംഘം മാറിയിരിക്കുകയാണ്. പ്രജിൻസി കാണാനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.